ശിവദാസിന്റെയും സീതയുടെ ആൾക്കാരാരാ? ഞങ്ങളൊക്കെയാ. സീത അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ശിവദാസിന്റെ നില കുറച്ച് ക്രിട്ടിക്കലാ. ഇനി വേണം ശിവദാസന് ചാവാൻ. ഇനി ചത്ത അതോടെ അന്വേഷണം മടക്കിക്കിട്ടും. അത് ഞാൻ ചിന്തിച്ചില്ല കുഞ്ഞോളെ. നിന്റെ കാഞ്ഞ ബുദ്ധി അപാരം തന്നെ. ശിവദാസന്റെ മകളെ പാമ്പിന്റെ വിഷം ഇറക്കി കൊല്ലാമെന്ന് വിചാരിച്ചു. അത് നടന്നില്ലെങ്കിലും അവളുടെ അപ്പൻ വിഷം ഇറങ്ങി ചാവൂന്ന് കേൾക്കുമ്പോ ഒരു ചെറിയ സുഖം. എന്നാലും കുഞ്ഞോളെ, ഞാനേ അതല്ല ആലോചിക്കുന്നേ. ഈ ശിവദാസന് ഒറ്റയ്ക്ക് വിഷം കഴിച്ച പോരായിരുന്നു. ആ മിണ്ടാപ്രാണിയെ കൂടി കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ചാവണം. ശിവദാസന്റേതെന്ന് പറയാൻ ഒന്നും അവശേഷിക്കരുത്. ഒന്നും. കുഞ്ഞോളെ, ഈ ഭദ്രനെ ഒരു കൊച്ചു ബുദ്ധി വെച്ച് പറയുക. ഏതായാലും ജയിലിൽ കിടക്കുന്ന ശിവദാസന് വിഷം കിട്ടാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ വിഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശിവദാസന്റെ സന്ദർശകരാരെങ്കിലും കൊടുത്തതായിരിക്കും. പോലീസ് അങ്ങനെ സംശയിക്കാനേ വഴിയുള്ളൂ. ശിവദാസനെ ഇന്ന് കാണാൻ പോയത് ശിവദാസന്റെ ഭാര്യ സീതയും മോള് ചിന്നുവും കൂടിയാണല്ലോ. ശിവദാസനും ഭാര്യ സീതയും വിഷം കഴിക്കുകയും ചെയ്തു. ജയിലിൽ ശിവദാസനെ കാണാൻ പോയ രണ്ടുപേരിൽ ഒരാൾ ശിവദാസനുമായി ചേർന്ന് വിഷം കഴിച്ചു. ഇത് ഒരു ആത്മഹത്യാ ശ്രമമല്ല, കൊലപാതകമാണെന്ന് ചിന്തിച്ചാലോ? ആരെയായിരിക്കും കൊലപാതകയായി ആദ്യം സംശയിക്കുക? അത് കൂടെ പോയ ചിന്നുനെ തന്നെ ആവും. അങ്ങനെയെങ്കിൽ രമാദേവിയുടെ സ്വാധീനം വച്ച് കേസ് ആ തരത്തിൽ തിരിച്ചുവിട്ടൂടെ? അതിന് ചിന്നു അവരെ കൊല്ലാൻ നോക്കിയില്ലല്ലോ ഭദ്രേട്ടാ. ഓ, കുഞ്ഞുമകളുടെ പറച്ചിൽ കേട്ടാലേ ആ ശിവദാസൻ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊന്നിട്ടാണ് ജയിലിൽ കിടന്ന് നരയിക്കുന്നെന്ന് തോന്നുന്നു. ശിവദാസൻ ഇന്നുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്ന് എന്നെക്കാളും നന്നായിട്ട് കുഞ്ഞോക്കറിയാം. അങ്ങനെയാവുമ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലേ കുഞ്ഞോളെ? കൊലപാതകയായി ജയിലിൽ കിടക്കുന്നയാളെ ആരും LLB പഠിപ്പിക്കാനൊന്നും വിടത്തില്ലല്ലോ. ശിവദാസൻ ഏതായാലും മരണമുറപ്പിച്ച മട്ട. ചിന്നുവല്ല ഇതിന്റെ പിന്നിലെന്ന് പറയാൻ സീതയ്ക്കാണെങ്കിൽ നാവും പൊന്തത്തില്ല. ആ വഴിക്കൊന്നും നോക്കുന്നത് ബുദ്ധിയായിരിക്കില്ലേ? ആ കുഞ്ഞോളെ, ഒരു കാര്യം കൂടി. ഈ ചാനലുകളിലൊക്കെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ശിവദാസന് 2 മക്കളാണെന്ന്. അതിൽ മൂത്ത മോള് എവിടെയെന്ന്. മൂത്ത മകളോ? അതാരാ? അതാണ് എനിക്കും അറിയാത്തത്. എന്തായാലും അത് ഉടനെ കണ്ടുപിടിക്കണം. ശിവദാസിന്റെയും സീതയുടെ ആൾക്കാരാരാ? ഞങ്ങളൊക്കെയാ. സീത അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ശിവദാസിന്റെ നില കുറച്ച് ക്രിട്ടിക്കലാ.
ഇതെന്താ പതിവില്ലാത്തൊരു നോട്ടം? എന്റെ ഭാര്യയെ രക്തം മണക്കുന്നുണ്ടോന്ന് നോക്കിയതാ. എന്നിട്ട് എന്തായി? ചാനലുകൾ കൊട്ടിഘോഷിക്കുന്ന വാർത്ത ഇതിനോടകം നീയും അറിഞ്ഞു കാണുമല്ലോ. ഉം, ഇലവുദേശം കൊട്ടാരത്തിലെ കൊലപാതക പ്രതി ശിവദാസനും ഭാര്യ സീതയും ജയിലിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. കൊള്ളാം. നല്ല വാർത്തയല്ലേ? ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു മരണം. പുണ്യം ചെയ്തവർക്കേ അത് സംഭവിക്കൂ. രണ്ടുപേരും ചാകാനുള്ള ആശംസയായിരിക്കും അല്ലേ? സീത ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പൊതിച്ചോറിലാണ് വിഷം കലർന്നിരിക്കുന്നത്. ചാകം മുന്നേ ആശംസകൾ അർപ്പിച്ച നീ തന്നെയാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് എന്റെ സംശയം. വരവ് കണ്ടപ്പോഴേ ഞാൻ ഉദ്ദേശിച്ചു അത് തന്നെയാണ് ഈ വരവിന്റെ ലക്ഷ്യമെന്ന്. അനാവശ്യ വിഷയങ്ങളിലേക്ക് വെറുതെ ഈ രമാദേവിയെ പിടിച്ചിടരുത്. ശിവദാസൻ മരിക്കേണ്ട ആവശ്യം നിനക്കാ. ശിവദാസിന്റെ വാക്കുകളെ ഭയക്കേണ്ടതും നീയാ. പാവപ്പെട്ട ഒരു തമ്പുരാനെയും തമ്പുരാട്ടിയെയും അരും കൊല ചെയ്ത കുപ്രസിദ്ധ ക്രിമിനൽ ശിവദാസന്റെ വാക്കുകളെ ഈ രമാദേവി എന്തിനു പേടിക്കണം? പിന്നെ ശിവദാസൻ എന്ന ക്രിമിനലിന്റെ പടുമരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. സ്വയം ചത്തൊടുങ്ങുന്നെങ്കിൽ ചാകട്ടെ, അത്രയും പാപം എനിക്ക് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള ചിന്തയായി ഇപ്പോ. ജയിലിൽ വെച്ചുള്ള ആത്മഹത്യാ ശ്രമം ആയതുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് ശിവദാസന് എങ്ങനെ തലയിൽ മുറിവുണ്ടായി ഹോസ്പിറ്റലായെന്ന കാര്യവും അവരന്വേഷിക്കും. അന്വേഷണം ഒടുവിലേ ഈ രമാനിലയത്തിൽ വന്ന് നിൽക്കരുത്. എന്റെ ഭർത്താവ് ജയരാമൻ മാനസപുത്രിയാക്കി കൊണ്ടു നടക്കുന്ന ആ വീട്ടുവേലക്കാരിയില്ലേ ചിന്നു, അവൾക്ക് ഇതിൽ വല്ല പങ്കുണ്ടോന്ന് ആദ്യം ഒന്ന് തിരക്ക്.